let f of x equal to x square minus alpha if x less than 1, beta x minus 3 if x greater than or equal to 1. If f is continuous at x equal to 1, then find the value of alpha plus beta. Options ഉണ്ട്. അതായത് ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ പോയിന്റിൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ 1 ഡെഫിനിഷൻ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ. ഇറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x square minus alpha. Then value will be x in 1 substitute ചെയ്താൽ 1 minus alpha എന്ന് വരും. So left hand derivative 1 minus alpha. Then right hand derivative എന്നാൽ limit x tends to 1 plus f of x. That is limit x tends to 1 plus, അതായത് x greater than or equal to 1 ഫംഗ്ഷൻ ഡെഫിനിഷൻ ബീറ്റ എക്സ് മൈനസ് 3 എന്നാണ്. ബീറ്റ എക്സ് മൈനസ് 3. സോ ഇവിടെ ലിമിറ്റ് വാല്യൂ കൊടുത്താൽ എക്സിന് 1 കൊടുത്താൽ ബീറ്റ മൈനസ് 3 എന്ന് വരും. ഇപ്പോൾ ഡെഫിനിഷൻ നമ്മുടെ ക്വസ്റ്റ്യനിലെ ഡെഫിനിഷൻ അനുസരിച്ച് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അറ്റ് എക്സ് ഈക്വൽ ടു 1. സോ ഈ രണ്ട് വാല്യൂസ് എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ് സിൻസ് f of x is continuous at x equal to 1, at x equal to 1 minus alpha equal to beta minus 3. ഓക്കെ, ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും, എൽ എച്ചിലും ആർ എച്ചിലും. ഇതാണ് എൽ എച്ചിൽ, ഇത് ആർ എച്ചിൽ. ഈ എൽ എച്ചിലും ആർ എച്ചിലും ഈക്വൽ ആയിരിക്കും കണ്ടിന്യൂസ് ആയ എക്സ് ഈക്വൽ ടു 1 കണ്ടിന്യൂസ് ആയ. സോ 1 മൈനസ് ആൽഫ ഈക്വൽ ടു ബീറ്റ മൈനസ് 3 എന്ന് വരും. ഇതൊന്ന് അറേഞ്ച് ചെയ്താൽ ഈ ആൽഫയെ റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ ഈ മൈനസ് 3 ലെഫ്റ്റിലേക്ക് എടുത്താൽ 1 പ്ലസ് 3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ, ഇത് റൈറ്റിലേക്ക് പോകുമ്പോൾ പ്ലസ് ആൽഫ. ദാറ്റ് ഈസ് ഒന്നുകൂടെ അറേഞ്ച് ചെയ്താൽ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 3 പ്ലസ് 1 4 കിട്ടും. സോ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 4 ആയിരിക്കും. കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഫോർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1 ബൈ എക്സ് ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു. അത് ഇതിൻ്റെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിയേ, സൈൻ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1 ബൈ എക്സ്. നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, സൈൻ ഇൻവേഴ്സ് ഓഫ് തീറ്റ പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് തീറ്റ. അതിൻ്റെ വാല്യൂ എന്താണെന്ന് പഠിച്ചിരിക്കുന്നത്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ പഠിച്ചിട്ടുണ്ടല്ലോ. വാല്യൂ ഇസ് പൈ ബൈ 2 അല്ലെ. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1 ബൈ എക്സ്, ഇതാണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. സോ തീറ്റയുടെ പ്ലേസിൽ 1 ബൈ എക്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യാമല്ലോ എഫ് ഓഫ് എക്സിന്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് പൈ ബൈ 2, അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡി ബൈ ഡി എക്സ് ഓഫ് പൈ ബൈ 2. ഡി ബൈ ഡി എക്സ് ഓഫ് പൈ ബൈ 2ൻ്റെ വാല്യൂ എന്ത് വരും? പൈ ബൈ 2 ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ അല്ലെ. കോൺസ്റ്റന്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 ആയിരിക്കും. സോ ആൻസർ ഈസ് 0. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഇ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക.